ഫോണിന്റെ നിർത്താതെയുള്ള റിംഗ് ടോൺ ചെവിയിൽ തുളച്ചു കയറിയപ്പോഴാണ് വൈഭവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. കമഴ്ന്നു കിടന്ന കിടപ്പിൽ തന്നെ നെറ്റിച്ചുളിച്ച് കണ്ണുകൾ പകുതി തുറന്ന് അവൻ മേശപ്പുറത്ത് കൈ പരതി. ഫോണെടുത്ത് ചെവിയിൽ വെച്ചതും നിനക്കിതുവരെ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാനായില്ലേടോ? മറുവശത്തു നിന്നും സിദ്ധു എന്ന സിദ്ധാർത്ഥ് അലറി. എന്നെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് നിനക്കെന്താ സിദ്ധു വേണ്ടത്? ലെറ്റ് മീ സ്ലീപ്പ്. അവനൊരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു. ഡാ, രാവിലെ തന്നെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ബോർഡ് മീറ്റിംഗ് തുടങ്ങാൻ ഇനി 1 മണിക്കൂർ പോലുമില്ല. 30 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ നിന്റെ കൂടെയുള്ള ഏതേലും അവളുമാര് കിടപ്പുണ്ടാകും. ഇപ്പോൾ തന്നെ അതിനെയൊക്കെ ഇറക്കി വിട്ടിട്ട് വേണം വരാൻ. മനസ്സിലായോടാ? ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് ഫോൺ വെച്ചതും കിടന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് മൂരി നിവർന്നു അവൻ. പയ്യെ നടന്ന് ആ മുറിയുടെ ജനലിന്റെ കർട്ടൻ മാറ്റിയതും ഇരുട്ട് നിറഞ്ഞ ആ മുറിയിൽ വെയിൽവെട്ടം അടിച്ചു കയറി. വെളിച്ചം മുഖത്തേക്ക് അടിച്ചതും ചിമ്മിയ തന്റെ കണ്ണുകൾ ഒന്ന് തുറന്നു അവൻ. ആഴത്തിൽ നോക്കുന്നവരെ ദഹിപ്പിക്കാൻ ശേഷിയുള്ള കടും പച്ചയും പൊൻപ്രകാശവും കലർന്ന പൂച്ചക്കണ്ണുകളാണ് അവന്റെ. ശാന്തമെങ്കിലും ആ കണ്ണുകളിൽ ഒരു അപകടകരമായ ആകർഷണമുണ്ടായിരുന്നു. നേരെ ബാത്റൂമിലേക്ക് കയറി. നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചിറങ്ങിയതും അവനൊരു ഉന്മേഷം തോന്നി. കുളി കഴിഞ്ഞിറങ്ങിയതും ഫോണെടുത്ത് അതിലെ ഫോട്ടോ നോക്കി. എന്തോ അത്രയും നേരം ഗൗരവമായിരുന്ന അവന്റെ ആ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മിന്നി. സിദ്ധ, എവിടെ അവൻ? കോൺഫറൻസ് റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന മഹേന്ദ്രവർമ്മ ഫോണുമായി ടെൻഷനോടെ വെളിയിൽ നിൽക്കുന്ന സിദ്ധുവിന്റെ അരികെ വന്ന് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അത് അങ്കിൾ, ഇപ്പോൾ എത്തും അവൻ. ഓൺ ദ വേ ആണ്. ഞാനിപ്പോൾ വിളിച്ചതേയുള്ളൂ, സിദ്ധു പതർച്ചയോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ സിദ്ധു നിന്നോട് ഇന്നലെ അവന്റെ കൂടെ നിൽക്കണമെന്ന്. ഇന്നലത്തെ മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഞാനായിട്ട് നിനക്ക് പറയണ്ടല്ലോ. അറിയാം അങ്കിൾ, ഇന്നലെ എൻ്റെ ഒപ്പം തന്നെയായിരുന്നു അവൻ. പക്ഷേ അങ്കിളിന് അറിയാമല്ലോ അവനെ. ഇന്നലെ രാത്രി ഒരു ഡ്രിങ്ക് അടിക്കാൻ എന്നും പറഞ്ഞ് പുറത്തു പോയതാ. പിന്നെ സിദ്ധു പാതി വഴി നിർത്തി. മകന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മഹേന്ദ്രൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ഒരു വല്ലാത്ത നിശബ്ദത അവിടെ രൂപപ്പെട്ടു. അപ്പോഴേക്കും അവര് നിൽക്കുന്ന ഫ്ലോറിന്റെ ലിഫ്റ്റ് ഓപ്പണായി. അതിൽ നിന്ന് വൈഭവ് ഇറങ്ങി. ഇൻ ചെയ്ത വൈറ്റ് കളർ ടൈറ്റ് ഷർട്ടും ബ്ലൂ കളർ ജീൻസുമായിരുന്നു അവന്റെ വേഷം. അവന്റെ ബ്രൗൺ കളർ ലെതർ ജാക്കറ്റ് ഒരു കൈയിൽ ഹാങ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആര് കണ്ടാലും നോക്കിപ്പോകുന്ന സ്റ്റൈലിഷ് ലുക്കിലെത്തി. ദി വെൽ ഹാൻസം മിസ്റ്റർ വൈഭവ് മഹേന്ദ്രവർമ്മ. അവനെ കണ്ടതും സിദ്ധുവിൽ ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ മഹേന്ദ്രന്റെ മുഖം അപ്പോഴും വലിഞ്ഞു മുറുകി തന്നെ നിന്നു. സമയം ഇപ്പോൾ എത്രയായി എന്നറിയോ വൈഭവ് നിനക്ക്? അവനെ കണ്ടപാടെ മഹേന്ദ്രൻ ഗർജിച്ചു. വൈഭവ് മുഖത്തെ കൂളിംഗ് ഗ്ലാസ് മാറ്റി സിദ്ധുവിനെ നോക്കി. സിദ്ധ, സാറിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് വർക്ക് ചെയ്യില്ലെന്നാ തോന്നുന്നത്. സമയം ഇപ്പോൾ എത്രയായി എന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുത്തേര്. ഓ, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട വൈഭവ്. നിനക്കറിയുമോ, കുറച്ചു മുമ്പ് നടന്ന മീറ്റിംഗ് നിന്നെ സൗപർണിക ഹോസ്പിറ്റൽസിന്റെ MD ആക്കാൻ ഒരാൾ പോലും സമ്മതിച്ചില്ല. കുടിച്ചു കൂത്താടി കള്ളും പെണ്ണുമായി നടക്കുന്ന നിന്നെ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുത്തിയാൽ അത് ഈ ഹോസ്പിറ്റലിന് തന്നെ ചീത്തപ്പേരാണെന്ന്. പിന്നെ എനിക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? അവരുടെ അടുത്ത് പോയി പറയാൻ എന്തെങ്കിലും നല്ലതുണ്ടോ നിന്നെപ്പറ്റി? മഹേന്ദ്രൻ നിന്ന് വിറയ്ക്കുകയാണ്. എന്നാൽ വൈഭവ് ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരു കൈകളും കെട്ടി അയാളെ തന്നെ നോക്കി കൂളായി നിന്നു. നിനക്കൊന്നും പറയാനില്ലേ? മിണ്ടാതെ നിൽക്കുന്ന വൈഭവിനെ കണ്ടു മഹേന്ദ്രന്റെ കൺട്രോൾ പോയി. സിദ്ധു, എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഇവിടെ നിൽക്കേണ്ടല്ലോ. ഞാൻ പോവുക. ബാക്കി ക്ലാസ് ഞാൻ പിന്നെ സൗകര്യം പോലെ വന്ന് കേട്ടോളാമെന്ന് നീ സാറിനോടൊന്ന് പറഞ്ഞേര്. മഹേന്ദ്രന്റെ മുഖത്തൂടെ ഒന്ന് പാളി നോക്കിയിട്ട് സിദ്ധുവിനോട് അത്രയും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്റെ കയ്യിൽ തൂക്കിയിട്ടിരുന്ന ജാക്കറ്റ് തോളിലൂടെ ഇട്ട് അവൻ തിരിഞ്ഞു നടന്നു. അങ്കിൾ, അവന്റെ സ്വഭാവം അറിയാമല്ലോ. അവൻ ഈ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. വൈഭവ് പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രനോടായി സിദ്ധു പറഞ്ഞു. ഇങ്ങനെ തറുതല പറഞ്ഞും അഹങ്കരിച്ചും നടക്കുന്ന ഇവനെ കെട്ടിക്കാൻ നടക്കുക അവിടെ വീട്ടിലെല്ലാവരും. ഇവനെയൊക്കെ ഏത് പെണ്ണാ സ്നേഹിക്കുന്നേ? അത്യന്തം ദേഷ്യത്തിലും പുച്ഛത്തിലും അയാൾ പറഞ്ഞു. പെണ്ണ് കെട്ടാനോ? ഇവനോ? ഏയ്, പ്രണയം, ദാമ്പത്യം എന്നു തുടങ്ങിയ വികാരങ്ങൾക്ക് അധികം വാല്യൂ കൊടുക്കില്ല വൈഭവ്. അതിനു കാരണവും അവൻ താണ്ടി വന്ന അവന്റെ ജീവിതം തന്നെയാണെന്ന് അങ്കിളിനെ ഞാൻ പഠിപ്പിക്കേണ്ടല്ലോ. സിദ്ധു അത് പറഞ്ഞതും മഹേന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. സിദ്ധു, അടുത്ത ആഴ്ച അവസാന മീറ്റിംഗ് ആണ്. അന്ന് വൈഭവിനെ ബോർഡ് മീറ്റിംഗിൽ CEO സ്ഥാനത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അവന് വേണ്ടി പറയാൻ നല്ലൊരു കാരണമുണ്ടായിരിക്കണം. അവന് ആ പൊസിഷൻ കിട്ടണം. മനസ്സിലായോ? അങ്കിൾ പേടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. സിദ്ധു ഉറപ്പ് കൊടുത്തതും മഹേന്ദ്രൻ അവനെ ഒന്നുകൂടി നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. വൈഭവിന്റെ മുഖച്ഛായ എങ്ങനെ, അല്ലെങ്കിൽ ആര് വീണ്ടെടുക്കും എന്ന ആലോചന അപ്പോഴേക്കും സിദ്ധുവിന്റെ തലയിലെ ഞരമ്പുകളെ ഉണർത്തി. ആർത്തുലയുന്ന നീല തിരമാലകളെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കെട്ടിടം. നഫസ് എന്നു പേരുള്ള ആ വീട്ടിൽ 15ഓളം പേരുണ്ട്. രക്തബന്ധം എന്ന് പറയാൻ കഴിയാത്ത, എന്നാൽ അതിലും വലിയ ബന്ധമായി ഒന്നിച്ചു ഒരു കൂര കീഴിൽ കഴിയുന്നവർ.
അവരെല്ലാവരുടെയും കുഞ്ഞു സ്വർഗം തന്നെയാണ് ആ വീട്. ജാനുവമ്മേ, ഒരു പോസ്റ്റ് ഉണ്ടല്ലോ. നഭസിന്റെ വലിയ മുറ്റത്ത് വന്നിന്ന് പോസ്റ്റ്മാൻ രാജീവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും ഒരു 60 വയസ്സ് തോന്നിക്കുന്ന അമ്മ വെളിയിലേക്ക് വന്നു. ആർക്കാ രാജീവ പോസ്റ്റ്? ശിവമോൾക്കാ. പറഞ്ഞുകൊണ്ട് അയാൾ ലെറ്റർ നീട്ടിയതും ഒരു പുഞ്ചിരിയോടെ ജാനുവമ്മ അത് വാങ്ങി. അപ്പോഴേക്കും അവരോട് യാത്ര പറഞ്ഞ് പോസ്റ്റ്മാൻ അവിടെ നിന്ന് പോയി. ജാനുവമ്മ ആ കത്ത് പൊട്ടിക്കാനായി തുടങ്ങിയതും അവരുടെ പിറകിൽ നിന്ന് ഒരു കൈ പാഞ്ഞു വന്ന ആ കത്ത് വലിച്ചെടുത്തു. "ഡി കുറുമ്പി!" അവർ ഒരു ചിരിയോടെ വിളിച്ചതും അവൾ അവരെ പിന്നിൽ നിന്ന് വട്ടം കെട്ടിപ്പിടിച്ചു. "എന്റെ കള്ള മുത്തി, എനിക്ക് വന്ന ലെറ്റർ പൊട്ടിച്ചു വായിക്കുവല്ലേ? വെരി ബാഡ്!" എളിക്ക് കൈകൊത്തി നിന്ന് ഒരു കള്ള ദേഷ്യത്തിൽ ചോദിച്ചു പെണ്ണു. "പിന്നല്ലാതെ, അറിയണമല്ലോ ഇനി വല്ല കള്ള കാമുകന്മാരും അയക്കുന്നതാണോ എന്ന്. പ്രായപൂർത്തിയും സുന്ദരിയുമായ പേരമക്കളുണ്ടെങ്കിൽ ഞങ്ങൾ വയസ്സന്മാർ ഇതൊക്കെ നോക്കണമല്ലോ." "അയ്യടാ, വലിയ ഹോസ്റ്റൽ വാർഡൻ വന്നേക്കുന്നു. തൽക്കാലം അതെന്റെ മുത്തി അതൊന്നും അറിയണ്ട. അറിയിക്കാൻ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊണ്ടുവന്ന് ഈ മുൻപിൽ നിർത്തിത്തരാം. അതുപോരെ?" "ഓ, ആയിക്കോട്ടെ എന്റെ ചട്ടമ്പി." ജാനുവമ്മയുടെ താടിത്തുമ്പിൽ പിടിച്ച് പെണ്ണ് കൊഞ്ചി പറഞ്ഞതും അവരുടെ കാതിൽ ചെറുതായി ഒന്ന് നുള്ളിയിട്ട് ജാനുവമ്മ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. അവര് പോയതും അവളുടെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന പുഞ്ചിരി മാറി. അവൾ വേഗം തന്റെ കയ്യിലിരുന്ന ബാങ്കിന്റെ ലെറ്റർ പൊട്ടിച്ചു വായിച്ചു. ജപ്തി നോട്ടീസ്. കയ്യിലിരുന്ന പേപ്പർ വായിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങി. പ്രതീക്ഷിച്ചതാണിത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് ഓർത്തില്ല. കഴിഞ്ഞ ആഴ്ച ആ ബാങ്ക് മാനേജറെ കണ്ട് സാവകാശം ചോദിച്ചതാണ്. അപ്പോൾ അയാൾ നോക്കട്ടെ എന്ന് പറഞ്ഞതുമാണ്. പക്ഷേ അവളൊരു തളർച്ചയോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോൺ ബെഞ്ചിലേക്ക് ഇരുന്നു. "ഇത് ശിവാമി സേതുമാധവൻ. ശിവയും അച്ഛൻ സേതുവും കൂടി ഒന്നിച്ച് താമസിക്കുന്ന വീടാണ് നഭസ്. സേതുവിന് ആകെയുള്ള സമ്പാദ്യമാണ് ആ വീട്. ഇപ്പോ ആ വീട്ടിലുള്ളവരും. അച്ഛനമ്മമാർ ഇല്ലാത്ത അനാഥനായ സേതു കൊൽക്കത്തയിലാണ് തന്റെ കോളേജ് പഠനം ചെയ്തത്. പഠനം കഴിഞ്ഞ് തിരികെ നാട്ടിൽ വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചോരക്കുഞ്ഞുമുണ്ടായിരുന്നു. ജനിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. അവളുടെ അമ്മയെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല. അയാളായിട്ട് ഒന്നും പറയാനും പോയിട്ടില്ല. ശിവയെ കുഞ്ഞായിരിക്കുമ്പോൾ നോക്കാൻ വന്ന ആയയായിരുന്നു ജാനകി എന്ന ജാനുവമ്മ. ജാനുവമ്മയ്ക്കും സ്വന്തക്കാരാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ വഴിയിൽ തളർന്നു വീണ അവരെ സേതുവിന് കിട്ടുകയായിരുന്നു. പിന്നെ പയ്യെ പയ്യെ ജാനുവമ്മയോടൊപ്പം നഭസിലെ അന്തേവാസികളുടെ എണ്ണവും കൂടി. മക്കൾ ഉപേക്ഷിച്ച് അച്ഛനമ്മമാരും ജന്മം നൽകിയവർ വലിച്ചെറിഞ്ഞു പോയ കുഞ്ഞുങ്ങളുമടക്കം ഇപ്പോൾ 15ഓളം പേരുണ്ട് നഭസിൽ. ഒരേ കുടുംബം പോലെ. രക്തബന്ധത്തെക്കാൾ വലിയ സ്നേഹം പങ്കിടുന്ന 15 പേരുടെ സ്വർഗമാണത്. "ശിവ!" പെട്ടെന്ന് തോളിൽ കൈവച്ചു ചൈത്ര എന്ന അവളുടെ ചിത്തു വിളിച്ചപ്പോഴാണ് ശിവ ആലോചന വിട്ട് ഞെട്ടി അവളെ നോക്കിയത്. "നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ?" "ദേ, അകത്ത് കുട്ടിപ്പട്ടാളം മുഴുവൻ ഇളകി നിൽക്കുക." അവരുടെ ശിവേച്ചിയെ നോക്കി. "എന്നിട്ട് നീ ഇവിടെ ഇരിക്കുവാണോ?" ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു ചിത്തു." ശിവ ഒരു വിറയലോടെ പറഞ്ഞു. അപ്പോഴാണ് നിറഞ്ഞു നിന്ന അവളുടെ കണ്ണുകൾ ചൈത്ര കാണുന്നത്. "എന്താടാ, എന്താ പറ്റിയേ? മുഖം വല്ലാതിരിക്കുന്നല്ലോ." ചൈത്ര അവൾക്കടുത്തിരുന്ന് വേവലാതിയോടെ ചോദിച്ചതും ശിവ അവൾക്ക് നേരെ കയ്യിലിരുന്ന പേപ്പർ നീട്ടി. അത് വായിച്ചതും ചൈത്രയിലും ഒരു ഞെട്ടലുണ്ടായി. ശിവ എല്ലാം തുറന്നു പറയുന്ന അവളുടെ കൂട്ടുകാരിയും സഹോദരിയും ഒക്കെയാണ് ചിത്തു. ചൈത്രയ്ക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ്. 4 കൊല്ലം മുമ്പ് സ്വന്തം ജീവിതം തകർന്ന് തെരുവിലേക്ക് അരിക്കുചാലിലേക്ക് വീണ അവളെ അവിടെ നിന്ന് കൂടെ കൂട്ടി തന്റെ നിഴൽ പോലെ കൊണ്ടു നടക്കുവാണ് ശിവ. "ഇനിയിപ്പോ എന്താടാ നമ്മൾ ചെയ്യുന്നേ?" "ഒന്നും രണ്ടും അല്ല, പലിശ അടക്കം 8.5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടേ ബാങ്കിൽ?" "എനിക്കറിയില്ല ചിത്തു, എങ്ങനെ ഇത് ഞാൻ കൈകാര്യം ചെയ്യുമെന്ന്. 14 ദിവസത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ അവര് ജപ്തി നടപടികൾ സ്വീകരിക്കും എന്നാ എഴുതിയിരിക്കുന്നേ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല." പറഞ്ഞുകൊണ്ട് ചൈത്രയുടെ തോളിലേക്ക് ചാഞ്ഞു ശിവ. അവൾക്ക് ആശ്വാസം എന്ന പോലെ ഒരു കൈ കൊണ്ടവളെ പൊതിഞ്ഞു പിടിച്ചു ചൈത്ര. "മക്കളെ, ശിവമോളെ!" പെട്ടെന്ന് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് വന്ന രാമൻ നിലവിളിച്ചതും ശിവയും ചൈത്രയും ഞെട്ടി നോക്കി. "അവിടെ സേതു അകത്ത് ബോധം കെട്ട് കിടക്കുന്നു മോളെ," രാമൻ പറഞ്ഞു. അത് കേട്ടതും ശിവയും ചൈത്രയും അകത്തേക്ക് ഓടി. "സേതുച്ച!" ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി മുറിയിലേക്ക് കയറിയ ശിവ കാണുന്നത് നിലത്ത് കിടക്കുന്ന സേതുവിനെയും സേതുവിന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് നിലവിളിക്കുന്ന ജാനുവമ്മയുമാണ്. ശിവ ഓടി സേതുവിന്റെ അരികെ പോയിരുന്നു. അപ്പോഴേക്കും അയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒഴുകുന്ന രക്തം കണ്ട് അവൾ ഒരു നിമിഷം പകച്ചുപോയി. മാണിക്യമംഗലം എന്ന സ്വർണ്ണ ലിപികളാൽ എഴുതിയ ആ വലിയ ഗേറ്റ് കടന്ന് മഹേന്ദ്രന്റെ കാർ ഉള്ളിലേക്ക് ചെന്നു. മാണിക്യമംഗലം തറവാട് എന്നത് മംഗലം ഗ്രൂപ്പ്സ് എന്ന പേരിൽ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വലിയ ബിസിനസ് ശൃംഖലയുടെ ഉടയവരാണ്. മാണിക്യമംഗലം തറവാടിന്റെ കാരണവറായ രാജശേഖരവർമ്മ, ഭാര്യ അംബിക രാജശേഖരനും മക്കൾ 5 ആണ്. 2 ആൺമക്കളും 3 പെൺമക്കളും. മാധവവർമ്മ, മഹേന്ദ്രവർമ്മ, വിദ്യാവർമ്മ, വൃന്ദാവർമ്മ, വാമികാവർമ്മ. മൂത്ത മകൻ മാധവ് വർമ്മ. ഭാര്യ ലതികയ്ക്ക് 3 മക്കളാണ്. അനുജുത് മാധവ്, ആദിത് മാധവ്, അപർണ മാധവ്.
മാധവ് പണ്ട് മുതലേ മംഗൾത്ത് ഗ്രൂപ്പ്സിന്റെ ബിസിനസ്സിൽ ഒന്നുമില്ല. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള മംഗൾത്ത് ഗ്രൂപ്പ്സിന്റെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് അനിരുദ്ധാണ്. ആദിത്യം അപർണയും ഇരട്ടകളാണ്. ഇപ്പോൾ +2 പഠിക്കുന്നു. രണ്ടാമൻ മഹേന്ദ്രവർമ്മ. ഭാര്യ സൗപർണികയ്ക്കും ഒറ്റ മകനാണ്, വൈഭവ് മഹേന്ദ്രവർമ്മ. ഇന്ത്യയിലെ തന്നെ മികച്ച കാർഡിയാറ്റിക് സർജന്മാരിൽ ഒരാളാണ് ഡോക്ടർ വൈഭവ്. സൗപർണിക വൈഭവിന് 10 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. അതിനുശേഷം സൗപർണികയുടെ അനിയത്തി സൗദാമിനിയെ മഹേന്ദ്രൻ രണ്ടാമത് വിവാഹം ചെയ്യുകയായിരുന്നു. വിദ്യയ്ക്കും ഭർത്താവ് സുരേഷ് മേനോനും 2 പെൺമക്കൾ, അഞ്ജലി മേനോൻ, ആരതി മേനോൻ. അഞ്ജലി ബിടെക് കഴിഞ്ഞു നിൽക്കുകയാണ്. ആരതി 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി. വൃന്ദയ്ക്കും ഭർത്താവ് രാജീവനും ഒരു മകളും മകനുമാണ് ഉള്ളത്, കാർത്തിക് രാജീവും കാർത്തിക രാജീവും. കാർത്തിക്കും മംഗലം ഗ്രൂപ്പ്സിന്റെ ഫിനാൻസ് മാനേജരായി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. കാർത്തിക ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. പിന്നെ ശേഖരവർമ്മയുടെ ഇളയ മകൾ വാമിക തറവാട്ടിൽ തന്നെയുണ്ട്. വീടിന്റെ മുറ്റത്ത് കാർ വന്ന് ശബ്ദം കേട്ടതും അയാളെ കാത്തുനിന്ന സൗദാമിനി മുറിക്കകത്തു നിന്നും വീടിന്റെ ഹാളിലേക്ക് ഓടിയെത്തി. കാര്യങ്ങൾ എന്തായി ഏട്ടാ? അകത്തേക്ക് കയറിയ അയാൾക്കരികെ ചെന്ന് സൗദാമിനി ചോദിച്ചു. എന്താവാൻ, കൊട്ടക്കണക്കിന് സൽപ്പേരുള്ള മകനാണല്ലോ ഇവിടുത്തെ, അതുകൊണ്ട് ഒരാൾ നല്ലത് പറഞ്ഞില്ല. പ്രതീക്ഷയോടുള്ള സൗദാമിനിയുടെ ചോദ്യത്തിന് മറുപടിയായി തന്റെ കയ്യിലിരുന്ന ബാഗ് സോഫയിലേക്കിട്ട് മഹേന്ദ്രൻ ദേഷ്യത്തോടെ അലറി. അത് കേട്ടതും സൗദാമിനിയുടെ മുഖം മങ്ങി. ആകെയുള്ള ഒരേ ഒരു മകൻ ഇങ്ങനെ സൽപ്പേര് കളഞ്ഞു നടക്കാനാവാനുള്ള കാരണം നീ തന്നെ അല്ലേ മഹേന്ദ്ര? അതെന്താ നീ പറയാത്തത്? പെട്ടെന്ന് ഉയർന്നു കേട്ട ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ട് മഹേന്ദ്രനും സൗദാമിനിയും തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു മുകളിലത്തെ നിലയിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്ന ശേഖരവർമ്മ എന്ന മാണിക്യമംഗലത്തെ കാരണവരെ. അച്ഛൻ ഒരാളാണ് വൈഭവിനെ എങ്ങനെ ചീത്തയാക്കുന്നത്. എന്ത് ചെയ്താലും മുത്തശ്ശൻ കൂടെ ഉണ്ടെന്ന അഹങ്കാരമാണ് അവന്, മഹേന്ദ്രൻ പറഞ്ഞു. ഞാനല്ലാതെ പിന്നെ ആരാ അവന്റെ ഒപ്പം നിൽക്കുന്നേ? നീയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ മഹി നീ, ശേഖരൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞതും മഹേന്ദ്രന്റെ മുഖം താഴ്ന്നു. പിന്നെ സൗപർണിക വൈഭവിന് വെറുമൊരു ആശുപത്രി കെട്ടിടമല്ലെന്ന് മറ്റാരേക്കാളും നന്നായി നിനക്കറിയാമല്ലോ. സൗപർണിക അവന്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനും അവനറിയാം. കാരണം അവനെന്റെ കൊച്ചുമകനാണ്, മാണിക്യമംഗലത്തെ ശേഖരവർമ്മയുടെ പിൻഗാമി. അതുകൊണ്ട് അവനെപ്പറ്റി വേണ്ടാത്ത ഒരു സംസാരം ഈ വീട്ടിൽ വേണ്ട. മഹേന്ദ്രന്റെ മുഖത്ത് നോക്കി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് ശേഖരൻ തന്റെ മുറിയിലേക്ക് പോയി. വൈഭവിനെ വാക്കുകൾ കൊണ്ടുപോലും ആരും കുറ്റം പറയുന്നത് ശേഖരന് സഹിക്കില്ല. ശേഖരൻ പോയതും സൗദാമിനി മഹേന്ദ്രന്റെ അരികെ വന്ന് അയാളുടെ തോളിൽ തൊട്ടു. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു നിറഞ്ഞു വന്ന അയാളുടെ മിഴികളെ. അത് കണ്ടതും സൗദാമിനിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ സുധേ, വല്ലാത്ത ക്ഷീണം, പറഞ്ഞുകൊണ്ട് അയാൾ മുറിയിലേക്ക് കയറിപ്പോയി. കണ്ണുകൾ നിറച്ച് സൗദാമിനിയും ആ പോക്ക് നോക്കി നിന്നു. മഹേന്ദ്രനോട് സംസാരിച്ചു വന്ന ശേഖരൻ തന്റെ മുറിയിലേക്ക് വന്നതും കണ്ടത് ബെഡിൽ ചാരിയിരിക്കുന്ന തന്റെ ഭാര്യ അംബികയെ. അവരുടെ നിറകണ്ണുകൾ കണ്ടാൽ അറിയാം പുറത്തെ ബഹളങ്ങൾ അവർ കേട്ടിരുന്നുവെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ? അടുത്തിരിക്കുന്ന ശേഖരന്റെ കയ്യിൽ പിടിച്ച് അംബിക ചോദിച്ചു. ശേഖരൻ അവരുടെ മുഖത്തേക്ക് നോക്കി. നമുക്ക് ഉണ്ണിയുടെ കല്യാണം നടത്താം, അംബിക പറഞ്ഞതും ശേഖരൻ ഞെട്ടി അവരെ ഒന്ന് നോക്കി. കല്യാണമോ? എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത? പെട്ടെന്ന് വന്നതൊന്നുമല്ല, ഉണ്ണിക്ക് കല്യാണപ്രായമൊക്കെയായി കഴിഞ്ഞെന്ന് വേണം പറയാൻ. അവന്റെ മൂത്തതോ പെണ്ണും വേണ്ട വീടും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുക. അതുപോലെ ഉണ്ണിയെ വിടാൻ പറ്റില്ല. അവൻ ഒറ്റയ്ക്ക് പോകുന്ന വഴി ശരിയല്ല ഏട്ടാ. അവനെ പിടിച്ചു നിർത്താൻ ഒരാൾ വേണം. അവനെപ്പോലെ തന്നെ നല്ല കഴിവും സാമർഥ്യവും ഒക്കെയുള്ള ഒരു കുട്ടി. അങ്ങനെ ഒരാൾ വന്നാൽ അവൻ നേരെയാകുമെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അംബിക പറഞ്ഞു നിർത്തിയതും ശേഖരന്റെ ആലോചനയോടെ ഇരുന്നു. സൗപർണിക. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഐസിയുവിന് മുന്നിൽ തളർന്നിരിക്കുകയാണ് ശിവയും ചൈത്രയും. സേതുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞു. കഴിഞ്ഞ 1 മാസമായി ശിവ സൗപർണികയിലെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലിക്ക് കയറിയത്. അതുകൊണ്ടാണ് സേതുവിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പെട്ടെന്ന് ഐസിയുവിന്റെ ഡോർ തുറന്ന് ഹരി ഡോക്ടർ വെളിയിലേക്ക് വന്നതും ശിവയും ചൈത്രയും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹരി ഡോക്ടറെ ശിവയ്ക്ക് പരിചയമുണ്ട്. ഹരി ഡോക്ടർ, എന്റെ സേതു അച്ഛാ, ശിവ ആദിയോടെ അയാളോട് ചോദിച്ചു. ലുക്ക് ശിവാമി, ആളുടെ നില കുറച്ച് ക്രിട്ടിക്കലാണ്. ഉടനെ തന്നെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ സേതുമാധവന്റെ ജീവൻ നഷ്ടമായേക്കും. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ശിവയുടെ ഉള്ളുലഞ്ഞു. അവൾ ചൈത്രയുടെ കയ്യിൽ ഇറുക്കി പിടിച്ചു. ഡോക്ടർ, ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ? ശിവ നിറകണ്ണുകളോടെ ചോദിച്ചു. ശിവാമി, കുറച്ച് റിസ്കി കേസാണ് തന്റെ അച്ഛന്റെ. അതുകൊണ്ട് ഓപ്പറേഷന് നല്ലൊരു തുകയാവും. കുറഞ്ഞത് 20 ലക്ഷം രൂപയോളം എങ്കിലും ചിലവ് വരും. സോ എത്രയും പെട്ടെന്ന് ക്യാഷ് അടച്ചാൽ അത്രയും പെട്ടെന്ന് ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി. ഇത്രയും കടം കയറി നിൽക്കുമ്പോൾ ഓപ്പറേഷനുള്ള പണം എങ്ങനെ ഉണ്ടാക്കും എന്നറിയാതെ നെഞ്ചിൽ കൈവച്ചു ശിവയും അവിടേക്കിരുന്നു പോയി.